ഓക്കെ, കുട്ടികൾക്ക് അറിയില്ല എന്താണ് ചെയ്യേണ്ടത്, ഹൗ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്താണെന്ന് കുട്ടികൾക്ക് അറിയില്ല. ബട്ട് ഇഫ് എ ടീച്ചർ ഓർ എ പ്രിൻസിപ്പൽ ഓഫ് ദറ്റ് സ്കൂൾ അവർക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും ദറ്റ് നമ്മളിങ്ങനെ പുറത്ത് വേസ്റ്റ് ഇടാൻ പാടില്ല, നമുക്ക് ഓരോരോ ഡസ്റ്റ്ബിൻസ് ഉണ്ട്. ഓക്കെ, ഫുഡ് വേസ്റ്റിന് ഒരു ഡസ്റ്റ്ബിൻ ഉണ്ട്, പ്ലാസ്റ്റിക് വേസ്റ്റിന് ഒരു ഡസ്റ്റ്ബിൻ ഉണ്ട്, പേപ്പർ വേസ്റ്റിന് ഒരു ഡസ്റ്റ്ബിൻ ഉണ്ട്. നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ദ ചിൽഡ്രൻ വിൽ ആക്ട് അക്കോർഡിംഗ്ലി. സെയിം വേ എൻവയൺമെൻറ്റിനൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഹ്യൂമൻസിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് അത് ബെറ്റർ ആക്കാൻ നോക്കണം. ഓക്കെ, സോ നൗ ബേസിക് ഫോക്കസ് ഏരിയ എന്താണ് എൻവയൺമെൻറ്റ് സൈക്കോളജിയിൽ? ബേസിക് ഫോക്കസ് ഏരിയ എന്ന് പറയുമ്പം ഒരു 2 മെയിൻ ലെവൽസ് ആണ് നമ്മളുടെ എൻവയൺമെൻറ്റ് സൈക്കോളജീൻ്റെ ഫോക്കസ് ഏരിയ ഉള്ളത്. ഓക്കെ, ദ ഫസ്റ്റ് ലെവൽ ഇസ് ഹൗ ദി എൻവയൺമെൻറ്റ് എഫക്ട്സ് അസ്. ഓക്കെ, എങ്ങനെയാണ് എൻവയൺമെൻറ്റ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്. അവർ സറൗണ്ടിങ്സ് ഷേപ്പ് വാട്ട് വി ഡു, ഫീൽ ആൻഡ് തിങ്ക്. ഓക്കെ, നമ്മളുടെ സറൗണ്ടിങ് ആണ് നമ്മളെ നമ്മൾ ഷേപ്പ് ചെയ്യുന്നത് ഓഫ് വാട്ട് വി ഡു. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, എന്താണ് നമ്മൾ ഫീൽ ചെയ്യുന്നത്, എന്താണ് നമ്മൾ തിങ്ക് ചെയ്യുന്നത്, എല്ലാം നമ്മളുടെ എൻവയൺമെൻ്റ് ആണ്, നമ്മളുടെ സറൗണ്ടിങ് ആണ് അത് ഷേപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഹോസ്പിറ്റൽ റൂംസ് കളർ ആൻഡ് ലൈറ്റിംഗ് ക്യാൻ എഫക്റ്റ് പേഷ്യൻസ് റിക്കവറി. ഓക്കെ, ഇപ്പം ഒരു പേഷ്യൻറ്റ്, ഫോർ എക്സാമ്പിൾ ഒരു ബെഡ് റിഡൻ ആയിട്ടുള്ള ഒരു പേഷ്യൻ്റാണ്, മേ ബി എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് വന്നിട്ടോ അങ്ങനെ എന്തോ ഒരു കാരണത്താൽ ആൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ഓക്കെ, സോ ഈ ഹോസ്പിറ്റൽ റൂം ഒരു വിൻഡോസ് ഇല്ല, ലൈറ്റിംഗ് പ്രോപ്പർലി ഇല്ല, ആരും ആളോട് മര്യാദയ്ക്ക് സംസാരിക്കുന്നില്ല, എവ്രി വൺ ഇസ് റിയലി റൂഡ് ടു ദ പേഷ്യൻറ്റ്. സോ എന്തായിരിക്കും, ആൾ ഓൾറെഡി ഒരു ബാഡ് കണ്ടീഷനിലാണ്, ആളുടെ കണ്ടീഷൻ എന്താണ്, വേഴ്സൺ ആയിപ്പോവും. ബട്ട് ഒരു ഡിഫറെൻറ്റ് സിനാരിയോ എടുത്തിട്ട് ഒരാൾ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റായി, ബട്ട് ഇറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ റൂം. ഓക്കെ, റൂമിന് നല്ല കളേഴ്സ് ഉണ്ട്, നല്ല വിൻഡോ ഉണ്ട്, വിൻഡോൻ്റെ തുറന്നിട്ടുണ്ടെങ്കിൽ വിൻഡോന്ന് നല്ല ലൈറ്റിങ് വരും, നല്ല എയർ വരും, ഗുഡ് വെൻറ്റിലേഷൻ ഉണ്ട്, ആൻഡ് ഓൾസോ ദ പീപ്പിൾ അറൗണ്ട് ഹിം ആർ വെരി ഫ്രണ്ട്ലി ആൻഡ് വെരി സപ്പോർട്ടീവ്. അതപ്പോൾ എന്താവും, ആൾ മെൻ്റലി തന്നെ ആളെന്താവും, ഒരു ഫീൽ ബെറ്റർ ചെയ്യും, ആൻഡ് ഇറ്റ് വിൽ ബേസിക്കലി ഹെൽപ്പ് ഹിം ടു റിക്കവർ. ഓക്കെ, സോ അതാണ് നമ്മളുടെ ഫസ്റ്റ് ലെവലിൽ പഠിക്കുന്നത്. ഓക്കെ, ആൻഡ് സെക്കൻഡ് ലെവലിൽ ഹൗ വി എഫക്റ്റ് എൻവയൺമെൻറ്റ്. ഫസ്റ്റ് ലെവലിൽ എൻവയൺമെൻറ്റ് എങ്ങനെയാണ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഇനി സെക്കൻഡ് ലെവലിൽ എങ്ങനെയാണ് നമ്മൾ എൻവയൺമെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ബേസിക്കലി